ഇന്നലെ രാത്രി സ്പെഷ്യൽ പനീർ ബട്ടർ മസാലയായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പിയാണ്. ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 സവോള വലുതായി കട്ട് ചെയ്തും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും 2 ടൊമാറ്റോയും ഒരു അരക്കപ്പ് ബ്രോക്കൺ കാഷ്നട്ടും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് പനീർ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കിലോ പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അതിലേക്ക് ഈ പനീർ കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ടൊമാറ്റോയും എല്ലാം കൂടെ മിക്സിയിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. നല്ല സ്മൂത്ത് ഗ്രേവി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാലയും ഒരു അല്പം ജീരകവും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഈ സമയത്ത് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ കസൂരി മേത്തി ചൂടാക്കി ഒന്ന് പൊടിച്ച് വെക്കുക, അതുകൂടി ചേർത്ത് കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് ക്രീം കൂടി ചേർത്ത് ഇളക്കിയിട്ട് മല്ലിയില ചേർത്ത് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.